എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വാരഫലത്തിലേക്ക് സ്വാഗതം. വാരഫലത്തിൽ നാം ഈ ആഴ്ച ചർച്ച ചെയ്യുന്നത് 2025 ജൂലൈ മാസം 8-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള ശുഭാശുഭ ഫലങ്ങളാണ്. 1200 മിഥുനമാസം 24-ാം തീയതി മുതൽ 32-ാം തീയതി വരെയുള്ള 8 ദിനങ്ങളിലേക്കുള്ള ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. കാരണം മിഥുനമാസം 32-ാം തീയതി സംക്രമമാകുന്നു. പിന്നീട് കർക്കിടകം 1 ആരംഭിക്കുകയാണ്. അതായത് ജൂലൈ മാസം 17-ാം തീയതി മുതൽ കർക്കിടക മാസാരംഭമാകുന്നു. ഇവിടെ വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ്. ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു മകരൻ രാശി. ഇവിടെ മകരൻ രാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളില്ല. 2-ാം ഭാവത്തിൽ രാഹു, 3-ാം ഭാവത്തിൽ ശനി, 5-ൽ ശുക്രൻ, 6-ാം ഭാവത്തിൽ സൂര്യൻ, വ്യാഴം, 7-ൽ ബുധൻ, അഷ്ടമത്തിൽ ചൊവ്വ, കേതു, 11-ാം ഭാവത്തിൽ ചന്ദ്രൻ. ഇവിടെ വിവാഹവതിയായ ഗ്രഹം ചന്ദ്രൻ നീചസ്സനായി 11-ാം ഭാവത്തിൽ നിൽക്കുന്നു. ആ 11-ാം ഭാവം മകരൻ രാശിക്കാരുടെ ലാഭഭാവമാണ്. 7-ാം ഭാവത്തിൽ ഭാഗ്യാധിപനായ ബുധൻ നിൽക്കുന്നുണ്ട്. ലഗ്നാൽ പുത്ര കളത്രഭേ ശുഭവതി പ്രാപ്തേധവാ ആലോകിതേ ചന്ദ്രാദ്വായതി സമ്പദസ്തി തയോഹോ ജ്ഞയോന്യഥ അസംഭവ. ഭാഗ്യാധിപനായ ഗ്രഹം 7-ാം ഭാവത്തിൽ വന്നാൽ വിവാഹമുണ്ടാകും. 5-ാം ഭാവത്തിൽ വന്നാൽ സന്താനമുണ്ടാകും. അതിനാൽ സന്താന വിഷയം, വിവാഹ വിഷയം, ഇതിനൊക്കെ തന്നെ ഈ വാരം വളരെ അനുകൂലമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, സന്താനപതിയായ ശുക്രൻ വളരെ ശക്തമായി 5-ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അതിനാൽ സന്താന വിഷയത്തിന് വേണ്ട ചികിത്സകളോ അല്ലെങ്കിൽ അതിൻ്റെ ആരംഭമോ ഒക്കെ ഈ ഒരു വാരത്തിൽ 8 ദിവസക്കാലം വളരെ അനുകൂലമായി വരും മകരൻ രാശിക്കാർക്ക്. അപ്രകാരം തന്നെ മക്കളുടെ പഠന വിഷയത്തിൽ വളരെയധികം മേന്മകൾ വരാം. അവർ വിദേശത്തേക്ക് പോകാം. അതിലൂടെ അവർക്ക് സ്കോളർഷിപ്പുകൾ ലഭിക്കാം. അല്ലെങ്കിൽ വിദേശ പഠനത്തിലുള്ള സ്കോളർഷിപ്പിന് വേണ്ടി ശ്രമിക്കാം. ആർക്ക്? മകരം രാശിക്കാർക്ക്. ഇവിടെ മകരൻ രാശിക്കാർക്ക് 7 ശനി കഴിഞ്ഞ് പ്രബലമായി 3-ാം ഭാവത്തിൽ ശനി നിൽക്കുകയാണ്. മതിവിക്രമവാൻ, ബുദ്ധിയും വിക്രമവും പ്രകടിപ്പിക്കും. സഹോദര ഗുണം കുറയും. പ്രത്യേകിച്ച് തൻ്റെ ഇളയ സഹോദരങ്ങൾക്ക് അരിഷ്ടതകൾ ഉണ്ടാകാം. 6-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് ശത്രുക്കളെയൊക്കെ നശിപ്പിക്കുവാൻ വളരെ നല്ലതാണ്. വാഹന വിഷയത്തിൽ ജാഗ്രത പാലിക്കണം. മറ്റ് വലിയ ബുദ്ധിമുട്ടുകളൊന്നും മകരൻ രാശിക്കാർക്കില്ല. എല്ലാ പ്രിയപ്പെട്ട മകരൻ രാശിക്കാർക്കും ശോഭനമായ നല്ല ഒരു ആഴ്ചക്കാലത്തെ പ്രാർത്ഥിക്കുന്നു. ഇവിടെ പരിഹാരമായി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് സർപ്പക്ഷേത്രത്തിൽ ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലി ചെയ്യുന്നത് വളരെ ഗുണമാണ്. കാരണം രാഹു, കേതുക്കൾ 2-ലും അഷ്ടമത്തിൽ നിൽക്കുന്നു. വീട്ടിൽ സ്വസ്ഥത വളരെയധികം കുറയുന്നതാണ്. 4-ാം ഭാവം തന്നെ വീടിനെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹം ചൊവ്വ അഷ്ടമത്തിലാണ്. ഭൂമി വിവാദങ്ങൾ, പലപ്പോഴും ഭൂമി വിറ്റ ഭൂമി തനിക്ക് കാശ് കിട്ടാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുക തുടങ്ങിയ ധാരാളം ക്ലേശങ്ങൾ ഈ അഷ്ടമത്തിലെ ചൊവ്വ ഉണ്ടാക്കാം. ഭൂമി വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നിർബന്ധമായും വരാഹമൂർത്തി ക്ഷേത്രത്തിൽ ഭൂമി പൂജ ചെയ്യണം. ഓം വരാഹമൂർത്തയെ നമഃ എന്ന മന്ത്രവും വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നതാണ്. ചൊവ്വയുടെ അനുഗ്രഹാശിസ്സുകൾ വാങ്ങുക.